ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബബിൾ സോർട്ടിൻ്റെ പ്രോഗ്രാമാണ് നോക്കണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബബിൾ സോർട്ട് എന്താണെന്നൊക്കെ പറഞ്ഞതാണ്, തിയറി ബേസിസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പം കോഡിങ് നോക്കാം. ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ബബിൾ സോർട്ട് ഫോർ അറേഞ്ചിങ് എലമെൻറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ബബിൾ സോർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഹെഡേഴ്സ് ചെയ്താൽ ഹാഷ് ഇൻക്ലൂഡ് ഐ യു സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമുക്ക് അറേ വേണം അല്ലേ, അതിന് വേണ്ടിയിട്ട് എന്താണ് ഇൻറ്റ് AR25 അതുപോലെ n എന്ന് പറയുന്ന രണ്ട് വാരിയബിൾസ്, ഒരു അറേ ആയിട്ടും ഒരു വാരിയബിളായിട്ടും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി ബബിൾ സോർട്ട് എന്താണെന്ന് നമ്മൾ ഒന്നുകൂടെ പറയാം. ബബിൾ സോർട്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു, അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് നോക്കിയിട്ട് ചെറുതാണെങ്കിൽ സ്വാപ്പ് ചെയ്ത് വയ്ക്കും അല്ലേ. എന്നിട്ട് നെക്സ്റ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കും, എന്നിട്ട് അതിൽ ചെറുതാണെങ്കിൽ വീണ്ടും സ്വാപ്പ് ചെയ്യും, എന്നിട്ട് അടുത്ത അഡ്ജസൻ്റ് എലമെൻറ്റ്സ് നോക്കും, ചെറുതാണെങ്കിൽ വീണ്ടും സ്വൈപ്പ് ചെയ്യും അല്ലേ. അങ്ങനെ എൻഡ് വരെ എത്തുമ്പോൾ വീണ്ടും അത് ഓർഡർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും ബബിൾ സോർട്ട് അതിൽ അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, n എന്ന് പറയുന്ന ഒരു വാരിയബിളും ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് വാരിയബിൾസ് വേണം. എന്തൊക്കെ? i, j, temp, ഇത്രയും വാരിയബിൾസ് നമുക്ക് വേണം. അപ്പോൾ ഒരു സൈസ്, അറേയുടെ സൈസ് അല്ലെങ്കിൽ അറേയുടെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് പറയാനായിട്ട് ഒരു മെസ്സേജ് വയ്ക്കുന്നു, ഹൗ മെനി എലമെൻറ്റ്സ്. അപ്പോൾ സീൻ വഴി നമ്മൾ n എന്ന് പറയുന്ന വാരിയബിളിലേക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5 നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അരയിലേക്കുള്ള എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ ദി അരേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വയ്ക്കുന്നു. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യുന്നു. ഫോർ i = 0, i less than n, i++ c in AR5 അല്ലേ. അതങ്ങനെ ലൂപ്പ് പോലെ വർക്ക് ചെയ്ത് ഓരോ എലമെൻറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുള്ള n സൈസ് ആയിട്ടുള്ള അരയിലേക്ക് എൻ്റേർഡ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, ബബിൾ സോർട്ട് നോക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഫോർ i = 1, i = 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. i less than n അല്ലേ. i എവിടെ വരെ പോകണം, ലെസ് ദാൻ n, ലാസ്റ്റ് പൊസിഷൻ വരെ പോകണം. i++, ഇങ്ങനെ ഒരു ലൂപ്പ് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർ j = 0 വെച്ചു. ഇന്നർ ലൂപ്പാണ്. ഫോർ j = 0, j less than n-1, j++. അതെന്താ, ആദ്യം നമ്മളെടുത്തത് സെക്കൻഡ് എലമെൻ്റ് ആണ്, എന്നിട്ട് j ലൂപ്പിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് i ആയിട്ട് കമ്പയർ ചെയ്യാണ് നമ്മൾ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോർ j = 0, j less than n-1, j++ എന്ന് പറഞ്ഞു. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്, AR(j) greater than AR(j+1) എന്ന് പറഞ്ഞാൽ മതി. അതായത് j+1 എന്ന് പറയുന്നത് എന്താ, i എന്ന് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇഫ് AR(j) greater than AR(j+1) അല്ലേ. AR(j) എന്ന് പറയുന്നത് AR(j+1)നേക്കാൾ വലുതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, j+1ലുള്ള ഭാഗത്തിനെ എടുത്തിട്ട് ഫസ്റ്റ് എടുത്ത് വയ്ക്കണം അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ടെമ്പ് എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് AR(j) മാറ്റി. നോർമലി ഉള്ള വേറൊരു വാരിയബിളായിട്ടുള്ള ടെമ്പിലേക്ക് AR(j) എടുത്ത് മാറ്റിയിട്ട് AR(j)യുടെ ഭാഗത്തേക്ക് AR(j+1) എടുത്ത് വെച്ചു. എന്നിട്ട് AR(j+1)ൻ്റെ അടുത്തേക്ക് ടെമ്പിനെ എടുത്ത് വെച്ചു. അത് സ്വാപ്പിംഗ് ആണ്. ഇപ്പോൾ രണ്ട് വാരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റത്തെ എലമെൻറ്റിനെ വേറൊരു വാരിയബിൾ, ടെമ്പ് എന്ന് പറയുന്ന വാരിയബിൾ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് എലമെൻറ്റിനെ ഫസ്റ്റിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് ടെമ്പിനെ എടുത്തിട്ട് രണ്ടാമത്തെ എലമെൻറ്റിലേക്ക് കോപ്പി ചെയ്യും. ഒരു ട്രയാങ്കിൾ പോലെ സ്വാപ്പ് ചെയ്ത് വയ്ക്കും, കറക്റ്റായിട്ട് വയ്ക്കാനായിട്ട്. അതാണ് ഇവിടെ ടെമ്പിലേക്ക് AR(j), അതായത് AR(j)ലേക്ക് നമുക്ക് AR(j+1)നെ മാറ്റണം. AR(j+1)ലേക്ക് AR(j)നെ മാറ്റണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു ടെമ്പ് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ടെമ്പിലേക്ക് ആദ്യം AR(j)നെ എടുത്ത് മാറ്റി. അപ്പോൾ AR(j) empty ആയി. അപ്പോൾ അതിലേക്ക് AR(j+1)നെ എടുത്ത് വെച്ചു. അപ്പോൾ AR(j+1) empty ആയി, അതിലേക്ക് ടെമ്പിനെ എടുത്ത് വെച്ചു. അപ്പോൾ AR(j)യിൽ ഉണ്ടായിരുന്ന വാല്യൂ AR(j+1)നും കിട്ടി, AR(j+1)ൻ്റെ വാല്യൂ AR(j)ക്കും കിട്ടി. അങ്ങനെ സ്വാപ്പ് ചെയ്തു. ഇങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും i++ ചെയ്ത് വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകും. i എന്താവും, 2 ആവും, j എന്താവും, 1 ആവും. എന്നിട്ട് ആ എലമെൻറ്റ്സ് നോക്കും. എന്നിട്ട് അവർ വലുതാണെങ്കിൽ വീണ്ടും അവിടെ മാറ്റും. ഇങ്ങനെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ട് പോവുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള അരേ കിട്ടും. അപ്പോൾ C(ൽ സോർട്ടഡ് അരേസ് എന്ന് പറഞ്ഞിട്ട് ഫോർ ലൂപ്പ് വെച്ച് നമ്മുടെ AR(i) എന്ന് പറഞ്ഞിട്ട് നമ്മൾ എലമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള അരേ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം കോഡിങ് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഹൗ മെനി എലമെൻറ്റ്സ്
5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ദി അറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു 5 നമ്പേഴ്സിന് എൻ്റർ ചെയ്തു. സോർട്ടഡ് അറേസ് എന്ന് പറഞ്ഞിട്ട് സോർട്ടഡ് ആയിട്ടുള്ള ബബിൾ സോർട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു അറേ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ സോർട്ടിങ് എന്ന് പറയുന്ന അറേ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ സോർട്ടിങ്ങിൽ നമ്മൾ സെലക്ഷൻ സോർട്ടും ബബിൾ സോർട്ടും പഠിച്ചു. ഇനി നെക്സ്റ്റ് ഒരു അറേ ഓപ്പറേഷനാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ചിങ് എന്താണെന്ന് നോക്കാം. സെർച്ചിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദി ഗിവൺ എലമെൻറ്റ് ഇൻ ദി അറേ അല്ലേ. അതായത് സെർച്ചിങ് എന്ന് വെച്ചാൽ എന്താ, തിരയുക അല്ലേ. അതായത് ഒരു അറേയിൽ ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു അറേ 10, 20, 30, 40, 50 ഇത്രയും എലമെൻറ്റ്സിൽ ഒരു അറേയിൽ എനിക്ക് 40 എന്ന് പറയുന്നൊരു നമ്പറിനെ ഫൈൻഡ് ചെയ്യണം. അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണണം, കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെർച്ചിങ്. അപ്പോൾ സെർച്ചിങ് ഇനി പറയാനുള്ളത്, സെർച്ചിങ് 2 ടൈപ്പിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ലീനിയർ സെർച്ചും ഉണ്ട്, 2 ബൈനറി സെർച്ചും ഉണ്ട്. അപ്പോൾ 2 സെർച്ചിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പം ലീനിയർ സെർച്ച് എന്താണെന്ന് നോക്കാം. ഇവിടെ ലീനിയർ സെർച്ച് എന്താണെന്ന് പറയുന്നുണ്ട്. ലീനിയർ സെർച്ച് ഓർ സീക്വൻഷ്യൽ സെർച്ച് ഈസ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ വാല്യൂ ഇൻ എ ലിസ്റ്റ് അല്ലേ. ലീനിയർ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ചെക്കിംഗ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ് വൺ അറ്റ് എ ടൈം ഇൻ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് എലമെൻറ്റ് അൺടിൽ ദ ഡിസൈഡ് വൺ ഈസ് ഫൗണ്ട് ഓർ ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് ഈസ് റീച്ച്ഡ്. അതായത് ഇപ്പോൾ ലീനിയർ സെർച്ചിന് നമ്മൾ സീക്വൻഷ്യൽ സെർച്ച് എന്നുകൂടെ പറയും. 2 പേരുണ്ട്. അതിൽ ഒരു അറേ ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന ഒരു നമ്പർ അല്ലെങ്കിൽ ഇന്ന ഒരു എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ ഓരോ എലമെൻറ്റും ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടില്ലേ, ഇതിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ 45 ആണ്. 45 എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 45ൻ്റെ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. 4ാമത്തെ പൊസിഷനിലാണ് 45 ഇരിക്കണത്. അപ്പോൾ എന്താ ചെയ്യുക, 0 മുതൽ ഓരോ എലമെൻറ്റും അത് ചെക്ക് ചെയ്യും. 50 എടുത്തിട്ട് നോക്കും 45 ആണോ, അതല്ല. 18 നോക്കും, അല്ല. 48 നോക്കും, അല്ല. 35 നോക്കും, അതുപോലെ 45 നോക്കും. 45 നോക്കുമ്പോൾ എന്താണ്, മാച്ചിങ് വന്നു അല്ലേ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 45 ആണ്. അപ്പോൾ 4th പൊസിഷൻ എത്തിയപ്പോൾ അത് മാച്ചിങ് വന്നു. അപ്പോൾ എനിക്ക് ആ ലൊക്കേഷൻ കിട്ടി. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറയാം. അപ്പം ഈ ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലീനിയർ സെർച്ച് മനസ്സിലായാലും ഓരോ പൊസിഷനിലും നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് എവിടെയാണോ എത്തുക അവിടെ നമുക്ക് കിട്ടും. അതാണ് ലീനിയർ സെർച്ച്, നോർമലി ഉള്ള സെർച്ചിങ് മെത്തേഡ്. ഇവിടെ നോക്കുക, ലീനിയർ സെർച്ച് ഫൈൻഡ് ആൻഡ് ഐറ്റം ഇൻ ദി ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കുക. ആദ്യം ഹെഡേഴ്സ് എഴുതുക. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. ഇനി നമുക്ക് എന്താ വാരിയബിൾസ് വേണം അല്ലേ, അറേ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റ് AR25 n അല്ലേ, ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ n എന്ന് പറയുന്ന ഒരു വാരിയബിളും ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റ് I ഐറ്റം ലോക്ക് ഈക്വൽ ടു -1 ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഐട്രേഷന് വേണ്ടിയിട്ടുള്ള വാരിയബിൾ. ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു വാരിയബിൾ ഉണ്ട്. ലൊക്കേഷന് വേണ്ടിയിട്ട് -1 എന്ന് പറയുന്നൊരു വാരിയബിൾ കൂടി ഉണ്ട്. എന്താ ഈ ലൊക്കേഷൻ ഈക്വൽ ടു -1 ഇട്ടത്? അതായത് ഇപ്പം -1 വരാൻ കാരണം എന്ന് പറയാനായിട്ട്, ഒരു അരയിൽ 0 മുതലാണ് പൊസിഷനിൽ ഐറ്റംസ് ഇരിക്കണേ അല്ലേ. അപ്പോൾ 0 മുതൽ അവിടെ നോക്കുമ്പോൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അരയിൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി എങ്ങാനും 0 കുറഞ്ഞു പോയാലോ, 0ന് തൊട്ട് താഴെയുള്ളത് ഏതാ, -1 അല്ലേ. എങ്ങാനും -1 എങ്ങാനും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ -1 എങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അരേ എംപ്റ്റി ആണെന്നാണ് അർത്ഥം, അരയിലൊന്നുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ -1 ഇട്ടത്. അതായത് എല്ലാ എലമെൻറ്റ്സും സെർച്ച് ചെയ്ത് ഇനി എങ്ങാനും -1 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എലമെൻറ്റ് അല്ലെങ്കിൽ അരേ എന്ന് പറയുന്നത് എംപ്റ്റി ആണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട എലമെൻറ്റ് അവിടെ ഇല്ലേ, അങ്ങനെയൊക്കെ നോക്കാനായിട്ടാണ്. അപ്പം കോഡിങ് നോക്കുക. നമ്മുടെ വാരിയബിൾ ഡിക്ലറേഷൻ പറഞ്ഞു അല്ലേ. AR25 ഉണ്ട്, n ഉണ്ട്, I ഐറ്റം ലോക്ക് ഈക്വൽ ടു അതായത് ലൊക്കേഷൻ ഈക്വൽ ടു -1 എന്നിട്ടുള്ളൊരു വാരിയബിൾ കൂടിയുണ്ട്. ഇനി എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ സി ഔട്ടിൽ എന്ത് വയ്ക്കുക, ഹൗ മെനി എലമെൻറ്റ്സ്. സീനിൽ നമ്മൾ എൻഡിലേക്കുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം എൻ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുക അല്ലേ. സി ഔട്ടിൽ പറയുക എൻ്റർ ദി അറേ എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് AR എന്ന് പറയുന്ന അറേയിലേക്ക് എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യുക. ഇത്രയും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ.
ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട്, എൻ്റർ ദി ഐറ്റം യു ആർ സെർച്ചിങ് ഫോർ, അല്ലേ? നിങ്ങൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീൻ വെച്ചിട്ട് നമുക്ക് ഏതിലേക്ക് ഐറ്റം എൻ്റർ ചെയ്യേണ്ടത്, ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ട ഐറ്റം എൻ്റർ ചെയ്യാം. അപ്പോൾ ആ ഐറ്റം ആയിരിക്കും ആ ഒരു അരയിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാനൊരു ഐറ്റം എൻ്റർ ചെയ്തു, ഒരു എലമെൻറ്റ് എൻ്റർ ചെയ്തു. അപ്പോൾ ആ ഐറ്റം ആയിരിക്കണം എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ ലൂപ്പിൽ നോക്കുക, i = 0, 0th പൊസിഷൻ മുതൽ നമുക്ക് ഫൈൻഡ് ചെയ്ത് പോകണം. i = 0, i <n, i++, അല്ലേ? അതിൻ്റെ ഉള്ളിൽ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഓരോന്നും ചെക്ക് ചെയ്ത് പോവുക. ഇഫ് AR of i = ഐറ്റം ചെക്ക് ചെയ്യാണ്. നമ്മൾ ലൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലേ? i 0 ആവും, i 1 ആവും, 2 ആവും, 3 ആവും, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള n വരെ i ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ലൂപ്പിലും എന്താ എഴുതിയിട്ടുള്ളത്, ഇഫ് AR of i = ഐറ്റം ആണോ എന്ന്, അല്ലേ? ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ട്രൂ വന്നു കഴിഞ്ഞാൽ, അതായത് AR of i = ഐറ്റം എപ്പോഴാണോ ആവുന്നത്, ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ലൊക്കേഷൻ അപ്പം തന്നെ i ആക്കി മാറ്റും, അല്ലേ? കറൻ്റ്ലി ഉള്ള പൊസിഷനാക്കി അത് മാറ്റും. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൊക്ക് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഐനെ കിട്ടും. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്തു, ലൊക്കേഷൻ കിട്ടി, അപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യുക, പുറത്ത് പോരുക. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയേ, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും, നമ്മുടെ ഫോർ ലൂപ്പിൽ നിന്ന് ലൊക്കേഷൻ കിട്ടിയിട്ടായിരിക്കും വരിക. അപ്പം പുറത്ത് വേറൊരു കണ്ടീഷനും കൂടെ വെച്ചിരിക്കുകയാണ്, ഇഫ് ലോക്ക് നോട്ട് ഈക്വൽ ടു -1. ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ലൊക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ -1 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഔട്ട്പുട്ടിൽ ദ ഐറ്റം ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ ലോക്ക് +1, അല്ലേ? നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുപിടിക്കുന്ന എലമെൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലോക്ക് +1 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എൽസിൽ എന്താ എഴുതേണ്ടത്, ഇനി ലോക്ക് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ കിട്ടാണ്ടെയാണ് പുറത്തേക്ക് വരുന്നെങ്കിലോ, ലോക്ക് എപ്പോഴും ഇപ്പോൾ എന്തായിരിക്കും, -1 ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുക, മുന്നേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുക. അപ്പോൾ എൽസിൽ എന്താ ചെയ്യേണ്ടത്, ദ ഐറ്റം ഇസ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടെ വെക്കാം. ഇനി ചില കേസിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ആ ഒരു അരയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നമുക്ക് ഒരിക്കലും ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ല. ആ സമയത്ത് ലൊക്കേഷൻ എന്ന് പറയുന്നത് -1 തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദ ഐറ്റം ഈസ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അവിടെ എൽസിൽ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ലാസ്റ്റ് റിട്ടേൺ 0 പറയുക, ക്ലോസ് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് നോക്കിയാൽ 2 ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഹൗ മെനി എലമെൻറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, 7 എൻ്റർ ചെയ്തു. എൻ്റർ ദി അറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7 എലമെൻറ്റ്സ് എൻ്റർ ചെയ്തു. എൻ്റർ ദി ഐറ്റം യു ആർ സെർച്ചിങ് ഫോർ 35 കൊടുത്തു. അപ്പോൾ എന്താ വരിക, ലൊക്കേഷൻ അവിടെ കിട്ടും, അല്ലേ? ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക, ദ ഐറ്റം ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഇനി വേറൊരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഹൗ മെനി എലമെൻറ്റ്സ് ചോദിച്ചു, 7 എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ എൻ്റർ ദി അറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു, 7 എലമെൻറ്റ്സ് അവിടെ എൻ്റർ ചെയ്തു. എൻ്റർ ദി ഐറ്റം യു ആർ സെർച്ചിങ് ഫോർ ഞാൻ 25 എന്ന് കൊടുത്തു. 25 എന്ന് കൊടുത്തപ്പോൾ എന്താ വരിക, അവിടെ ഓരോ എലമെൻറ്റ്സ് എടുത്ത് ലൂപ്പ് അവിടെ വർക്ക് ചെയ്യുമ്പോഴും 25നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലൊക്കേഷൻ അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ വന്നത്, ദ ഐറ്റം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദി അറേ, അല്ലേ? ലൊക്കേഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ എൽസിലുള്ള ഭാഗം വരും. അതെങ്ങനെയാണ് ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാം വരുന്നത്. ഇനി ബൈനറി സെർച്ച് എന്താണെന്ന് നോക്കാം. ബൈനറി സെർച്ച് എന്ന് പറയുന്നത് ദ ലീനിയർ സെർച്ച് അൽഗോരിതം വിച്ച് വി ഹാവ് സീൻ ഇൻ ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് ഫോർ സ്മോൾ അറേസ്. ബട്ട് വെൻ ദി അറേ ഈസ് ലാർജ് ആൻഡ് റിക്വയർസ് മെനി റിപ്പീറ്റഡ് സെർച്ചസ് ഇറ്റ് മേക്സ് ഗുഡ് സെൻസ് ടു ഹാവ് എ മോർ എഫിഷ്യൻറ്റ് അൽഗോരിതം. ഇഫ് ദി അറേ കണ്ടെയ്ൻസ് എ സോർട്ടഡ് ലിസ്റ്റ് then we can use a more efficient search algorithm called binary search which can reduce the search time. അതായത് ഇപ്പോൾ നമുക്ക് ബൈനറി സെർച്ച് എന്ന് പറയുന്നത് ലീനിയർ സെർച്ച് നമ്മൾ പറഞ്ഞില്ലേ, ലീനിയർ സെർച്ചിന് വെച്ചാൽ എന്തായിരുന്നു, നമുക്ക് എവിടെയാണോ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഓരോ ഫസ്റ്റ് മുതൽ ഓരോ പൊസിഷനും അത് നോക്കി 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 നമ്മളുടെ കണ്ടുപിടിക്കേണ്ട എലമെൻറ്റ് എത്തുമ്പോൾ നമുക്ക് ആ പൊസിഷൻ കിട്ടും, അങ്ങനെയല്ലേ? അപ്പോൾ കൂടുതലും സിമ്പിൾ ആൻഡ് സ്മോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതം എന്ന് പറയുന്നത് ലീനിയർ സെർച്ചാണ്, അല്ലേ? അത് കൂടുതലും സ്യൂട്ടാവുന്നത് ചെറിയ അരയ്ക്കാണ്. ഇപ്പോൾ 10 സൈസുള്ള അരേ, അല്ലെങ്കിൽ 5 സൈസുള്ള അരേ, അല്ലെങ്കിൽ 15 സൈസുള്ള അരേ ഒക്കെ സിമ്പിളാണ്, അല്ലേ? ഇപ്പോൾ നമുക്ക് 1000 സൈസായിട്ടുള്ള അരയുണ്ട്, അല്ലെങ്കിൽ 10000 സൈസായിട്ടുള്ള അരയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ, ലീനിയർ സെർച്ച് നമുക്ക് ഒരിക്കലും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, അല്ലേ? ഇപ്പോൾ ലാസ്റ്റൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അര ഇരിക്കുന്നെങ്കിലോ
1000 സൈസായിട്ടുള്ളൊരു അരേ, 1000 സൈസായിട്ടുള്ളൊരു അരയിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മളുടെ എലമെൻ്റ് ഇരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് മുതലേ ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ലീനിയർ സെർച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു അൽഗോരിതമാണ് ഈ ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. ബൈനറി സെർച്ച് ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മൾ വലിയൊരു അരയാണ്, ഇപ്പോൾ 1000 സൈസായിട്ടുള്ള വലിയൊരു അരയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിപ്പോൾ ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യണം. ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ആ ഒരു അരേനെ ഏതെങ്കിലും ഒരു ഓർഡറിൽ സോർട്ട് ചെയ്യും. ഇപ്പോൾ അസെൻഡിങ് ആണെങ്കിൽ അസെൻഡിങ്, ഡിസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ്, അങ്ങനെ സോർട്ട് ചെയ്തെടുക്കും. സോർട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ എലമെൻറ്റിൻ്റെ പൊസിഷൻ, അതായത് ആ ഒരു അരയിൽ ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യും. മിഡിൽ പൊസിഷനിലുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഒന്നുകൂടെ പറയാം, ബൈനറി സെർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു അരേ തന്നു കഴിഞ്ഞാൽ അതിന് ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു അരേനെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിനെ സോർട്ട് ചെയ്യും. അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മിഡിലുള്ള ആൾ അല്ലെങ്കിൽ മിഡിലുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കും. മിഡിലുള്ള എലമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് ലാസ്റ്റ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നടുക്കിരിക്കുന്ന എലമെൻറ്റ് ഏതാണെന്ന് അല്ലെങ്കിൽ പൊസിഷൻ ഏതാണെന്ന് കിട്ടും അല്ലേ, പൊസിഷൻ കിട്ടും. അപ്പോൾ ആ പൊസിഷൻ കണ്ടുപിടിക്കും, രണ്ടാമത്തെ കാര്യം. അപ്പോൾ നടുക്കുള്ള പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എലമെൻറ്റിനേക്കാൾ വലുതാണോ ചെറുതാണോ നോക്കും. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള എലമെൻറ്റ് ഏത് ഭാഗത്ത്, ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പോൾ അത്രയും ഭാഗം എടുത്താൽ പോരെ. അപ്പുറത്തെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 സൈസായിട്ടുള്ള ഒരു അരേ, 10 സൈസായിട്ടുള്ള ഒരു അരയിൽ അല്ലെങ്കിൽ 11 സൈസായിട്ടുള്ള ഒരു അരേ, 11 സൈസായിട്ടുള്ള ഒരു അരയിൽ 6 മിഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ. 1 മുതൽ 11 വരെയുള്ള ഐറ്റംസ് ഉണ്ട്. 11 സൈസായിട്ടുള്ള ഒരു അരയിൽ ആ 6th പൊസിഷനായിരിക്കും മിഡിലുള്ളത്. അപ്പോൾ നമ്മളുടെ എലമെൻറ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കണ്ടുപിടിക്കാനുള്ളൊരു എലമെൻറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. മിഡിലിന് ലെഫ്റ്റ് സൈഡിലാണോ മിഡിലിന് റൈറ്റ് സൈഡാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് എടുത്താൽ മതി അല്ലേ. ലെഫ്റ്റ് സൈഡ് മാത്രം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഫസ്റ്റ് ലാസ്റ്റ് പ്ലസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കും. എന്നിട്ട് ആ പൊസിഷനിലിരിക്കുന്ന ആരാന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തും ചെക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ ബൈനറി സെർച്ച് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എവിടെയാണ് ഐറ്റം ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു അൽഗോരിതമാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ബൈനറി സെർച്ചിൻ്റെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. പ്രോഗ്രാം എന്ന് പറയുന്നത് ബൈനറി സെർച്ച് ടു ഫൈൻഡ് ആൻ ഐറ്റം ഇൻ ദി സോർട്ടഡ് അരേ. അപ്പോൾ സോർട്ടഡ് അരയിൽ ഇരിക്കുന്ന ഒരു എലമെൻറ്റിനെ കണ്ടുപിടിക്കണം ബൈനറി സെർച്ച് വഴി. അപ്പോൾ ആദ്യം ഹെഡേഴ്സ് ചെയ്താൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റു മെയിൻ. അപ്പോൾ നമ്മൾ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് ലിസ്റ്റ് ഓഫ് 25, ലിസ്റ്റ് എന്നാണ് അരയുടെ പേര്. ലിസ്റ്റ് ഓഫ് 25 മാക്സ്. അതുപോലെ ഇൻറ്റിൽ വേറെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലാസ്റ്റ് മിഡിൽ ഐറ്റം ലോക്ക് ഈക്വൽ ടു -1. അപ്പോൾ എന്തൊക്കെയുണ്ട്? ലിസ്റ്റ് എന്ന് പറയുന്ന അരയുണ്ട്, മാക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, ലാസ്റ്റ് ഉണ്ട്, മിഡിൽ ഉണ്ട്, ഐറ്റം ലോക്ക്, ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പോലെ തന്നെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുക. ഹൗ മെനി എലമെൻറ്റ്സ്. സീനിൽ നമ്മൾ എന്താ ചെയ്യുക? എലമെൻറ്റ്സിന് നമ്മൾ മാക്സ് എന്ന് പറയുന്ന വാരിയബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്നുള്ളത് മാക്സ് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് എൻ്റർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? എൻ്റർ അരേ എലമെൻറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എലമെൻറ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ തന്നെ എൻ്റർ ചെയ്യാം. അപ്പം for i equal to 0, i less than max, i plus plus, സീൻ വഴി ലിസ്റ്റ് ഓഫ് ഐയിലേക്ക് നമ്മൾ അരേ എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്തു. സോർട്ടഡ് ആയിട്ട് എൻ്റർ ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ സോർട്ടഡ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് എൻ്റർ ദി ഐറ്റം ടു ബി സെർച്ച്ഡ് അല്ലേ. ഏതാണ് ഐറ്റം അത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഐറ്റം എന്ന് പറയുന്നൊരു വാരിയബിളിലേക്കാണ്. അപ്പോൾ സീൻ വഴി നമ്മൾ ഐറ്റം എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐറ്റം ഏതാണോ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട എലമെൻറ്റ് ഏതാണോ അത് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈക്വൽ ടു 0 എന്ന് വെച്ചു. അതായത് ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും 0 പൊസിഷനിലായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഈക്വൽ ടു 0 എന്ന് വെച്ചു. ലാസ്റ്റ് എലമെൻറ്റ് എന്താ വയ്ക്കേണ്ടത്?
ലാസ്റ്റ് പൊസിഷനിൽ അല്ലേ, അത് നമ്മളുടെ മാക്സ് -1 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈക്വൽ ടു മാക്സ് -1. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 0 ആക്കി, ലാസ്റ്റും നമ്മൾ മാക്സ് -1 എമൗണ്ട് കിട്ടി, എത്രയാണ് പൊസിഷൻ എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ പൊസിഷൻ വാല്യൂസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് വൈലിൽ ഫസ്റ്റ് >= ലാസ്റ്റ്. നമ്മളുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റിനേക്കാളും ചെറുതോ ഈക്വലോ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ആണെങ്കിൽ ഉള്ളിലേക്ക് വന്നു, ചെറുതോ ഈക്വലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെറുതാണെങ്കിലോ ഈക്വൽ ആണെങ്കിലോ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വന്നു. ഉള്ളിൽ എന്താ ഉള്ളത്, ആദ്യം മിഡിൽ കണ്ടുപിടിച്ചു. ഫസ്റ്റും ലാസ്റ്റും ഉള്ള സ്ഥിതിക്ക് നമുക്ക് മിഡിൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ മിഡിൽ എങ്ങനെ കണ്ടുപിടിച്ചു, ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ÷ 2. അപ്പോൾ നമുക്ക് മിഡിൽ വാല്യൂ എന്താണെന്ന് കിട്ടും, മിഡിൽ പൊസിഷൻ വാല്യൂ എന്താണെന്ന് കിട്ടും. അപ്പോൾ മിഡിൽ അവിടെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇഫ് ഐറ്റം ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് മിഡിൽ ആണോ നോക്കി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഈ മിഡിൽ പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻ്റ് ആണോ നോക്കി. അതാണ് ലിസ്റ്റ് ഓഫ് മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡിൽ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യാണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഐറ്റം ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ആണെങ്കിൽ നമുക്ക് അതായിരിക്കും മിഡിലായിട്ട് കിട്ടുക, നമുക്ക് കിട്ടേണ്ട ഐറ്റം കിട്ടി അല്ലേ, നമുക്ക് പൊസിഷൻ കിട്ടി, പുറത്തേക്ക് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റം ആ മിഡിലിരിക്കുന്ന എലമെൻ്റ് അല്ലാന്നുണ്ടെങ്കിലോ, അടുത്ത ഇഫിലേക്ക് വന്നു. അടുത്ത ഇഫിലേക്ക് വന്നിട്ട് എന്താ ചെക്ക് ചെയ്യുക, ഐറ്റം ലെസ് ദാൻ ലിസ്റ്റ് ഓഫ് മിഡിലാണോ നോക്കി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റം എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് മിഡിലിനേക്കാളും ചെറുതാണോ നോക്കി. ചെറുതാണോ നോക്കിക്കഴിഞ്ഞാൽ അത് ട്രൂ ആണെങ്കിൽ എന്താ വരിക, ലാസ്റ്റ് ഈക്വൽ ടു മിഡിൽ -1 എന്ന് വെച്ചു അല്ലേ. അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റം മിഡിൽ പൊസിഷനേക്കാളിരിക്കുന്ന എലമെൻറ്റിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു ഭാഗത്തുള്ള അരേ മാത്രം എടുത്താൽ പോരെ, ഫസ്റ്റ് മുതൽ മിഡിൽ വരെയുള്ള അരേ മാത്രം എടുത്താൽ പോരെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്ന ആളെ എന്താക്കി വെക്കണം, മിഡിൽ -1 ആക്കിയിട്ട് വെക്കണം. മനസ്സിലായോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 0 ആയിരിക്കും, ലാസ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ വരെയുള്ള അത്രയും അരേ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റം ലിസ്റ്റ് ഓഫ് മിഡിലിനേക്കാളും ചെറുതല്ലാന്നുണ്ടെങ്കിലോ, അപ്പോൾ അപ്പുറത്തെ സൈഡായിരിക്കും അല്ലേ, റൈറ്റ് സൈഡായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എൽസിൽ ഫസ്റ്റ് ഈക്വൽ ടു മിഡിൽ +1 ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഭാഗം എന്തായിരിക്കും, മിഡിൽ കഴിഞ്ഞിട്ടുള്ള ഭാഗമായിരിക്കും അല്ലേ. അപ്പോൾ മിഡിൽ മുതലും അതുപോലെ തന്നെ ലാസ്റ്റ് വരെയുള്ള ഭാഗമായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാറ്റുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റം മിഡിലിനേക്കാളും ചെറുത് അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ എൽസിൽ ഫസ്റ്റിനെ മിഡിൽ +1 ആക്കി വയ്ക്കാം. ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കണ വരെ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക, ഇഫ് ലൊക്കേഷൻ നോട്ട് ഈക്വൽ ടു -1, ലൊക്കേഷൻ അപ്പോഴും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, -1 അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം ഇതിനെ പൊസിഷനിൽ ഫൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇനി ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് ഒരു വാല്യൂ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എപ്പോഴും എന്തായിരിക്കും, -1 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എൽസിൽ ദ ഐറ്റം ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ദി അറേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാം. റിട്ടേൺ 0 പറയുക, പുറത്തേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ഹൗ മെനി എലമെൻറ്റ്സ് നമ്മൾ 7 എൻ്റർ ചെയ്തു. എൻ്റർ അറേ എലമെൻറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ അസെൻഡിങ് ഓർഡറിലുള്ളൊരു അറേ അവിടെ എൻ്റർ ചെയ്തു. എൻ്റർ ദി ഐറ്റം ടു ബി സർച്ച്ഡ് 35 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ എന്താ ചെയ്തത്, ദ ഐറ്റം ഈസ് ഫൗണ്ട് അറ്റ് ദി പൊസിഷൻ 4. അതായത് അപ്പം തന്നെ ഈ ലൂപ്പ് വർക്ക് ചെയ്ത് മിഡിൽ കണ്ടുപിടിച്ചപ്പോൾ തന്നെ 35 മിഡിലാന്ന് കിട്ടി അല്ലേ. ഐറ്റം ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് മിഡിൽ ചെക്ക് ചെയ്തപ്പോൾ തന്നെ 35 ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് 4th പൊസിഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്തു.